നമസ്കാരം. ഈ മലയാളത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ തുടർച്ചയായ 2 ദിവസത്തെ തിരിച്ചടികൾക്ക് ശേഷം ഇന്ത്യൻ രൂപയുടെ ശക്തമായൊരു മുന്നേറ്റം കാണാനായി ഇന്ന് ഇപ്പോൾ പുതിയ വ്യാപാരാഴ്ചയിൽ ഇത്ര ഒരു മികച്ച തുടക്കം കിട്ടിയതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു മുന്നേറ്റത്തിന് സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്, പശ്ചിമേഷ്യയിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം തുടരുന്നതിനിടയിലും ഇന്ത്യ വിക്സ് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ വോളറ്റാലിറ്റിനെ പറ്റി ഉള്ളൊരു ഗേജ് നൽകുന്ന ഇന്ത്യ വിക്സ് സൂചിക എന്തുകൊണ്ടാണ് ഒരു താഴ്ന്ന നിലവാരത്തിൽ തന്നെ തുടരുന്നത് എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായും പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു 2 ദിവസത്തെ തിരിച്ചടികൾക്ക് ശേഷം മാർക്കറ്റ് ശക്തമായി മുന്നേറിയിട്ടുണ്ട്. 1% നേട്ടം പ്രധാനപ്പെട്ട ബെഞ്ച് മാർക്ക് ഇൻഡിസസിൽ കാണാനാകും. നിഫ്റ്റിയുടെ NSEയുടെ നിഫ്റ്റി ആകട്ടെ 228 പോയിൻറ്റ്, നിയർലി 1% ഉയർന്നിട്ട് 24,950 നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ BSEയുടെ മുഖ്യസൂചിയായ സെൻസെക്സ് ആകട്ടെ 694 പോയിൻറ്റ്, 0.86%, നിയർലി 1% എന്ന് വേണമെങ്കിൽ പറയാം. 81,813, 81,800 നിലവാരങ്ങളിലും വ്യാപാരം ചെയ്യപ്പെടുന്നു. അപ്പോൾ പശ്ചിമേഷ്യയിൽ നമുക്കറിയാം കഴിഞ്ഞ 3 ദിവസങ്ങളിലും ഇന്ന് രാവിലെയും ഒക്കെ പരസ്പരമുള്ള അങ്ങോട്ടുമുള്ള ആക്രമണങ്ങൾ നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ്. എന്നിട്ടും മാർക്കറ്റിൽ ഇത്തരം ഒരു സർപ്രൈസ് റാലി ഉണ്ടായതിൻ്റെ ഘടകങ്ങളാണ് നമ്മൾ പ്രധാനമായും പരിശോധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിനെ ഒരു മുന്നേറ്റത്തിന് സഹായിച്ച ഘടകങ്ങൾ ഒന്നാമത്തേന്ന് പറയുന്ന ഒരു ഏഷ്യൻ മാർക്കറ്റിലേക്ക് ഒരു പോസിറ്റീവ് ട്രെൻഡ് നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഗ്ലോബലായിട്ടുള്ള ഒരു ഇക്വിറ്റി മാർക്കറ്റിൻ്റെ ഒരു സപ്പോർട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം ഏഷ്യൻ മാർക്കറ്റിൻ്റെ എല്ലാം പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി എല്ലാം ഗ്രീനിൽ തന്നെയാണുള്ളത്. സൗത്ത് കൊറിയയുടെ കോസ്പി ആയാലും ജപ്പാൻ്റെ നിക്കി ആയാലും ചൈനയുടെ SSE കോമ്പസിറ്റ് അല്ലെങ്കിൽ SSE ഇൻഡെക്സ് ആയാലും ഒരു ഗെയിനാണ് ഇതിൽ, മീൻസ് നേട്ടത്തോടെയാണ് അവർ വ്യാപാരം തുടർന്നിരുന്നത്. ഹോങ്കോങ്ങിൽ ഹാങ്സെങ് ഇൻഡെക്സ് മാത്രമാണ് ഒരു പ്രഷർ, സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ സാധിച്ചത്. വാൾസ്ട്രീറ്റിൽ ഇപ്പം നോക്കുകയാണെങ്കിലും US ഫ്യൂച്ചേഴ്സും പോസിറ്റീവ് ടെറിട്ടറി തന്നെയാണുള്ളത്. അപ്പം ഗ്ലോബൽ ക്യൂസ് ഒരു പോസിറ്റീവായത് ഇന്ത്യൻ മാർക്കറ്റിന് ഒരു ഓപ്പണിങ്ങിൽ സഹായിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഓപ്ഷൻസിൻ്റെ F&Oയിൽ ഡേറ്റകളൊക്കെ നോക്കുകയാണെങ്കിൽ അതിന് മാത്രം ഒരു സെല്ലിംഗ് അവിടെ വീണിട്ടില്ലായിരുന്നു ഓപ്ഷൻസിൽ. അപ്പോൾ ആ ഒരു സപ്പോർട്ടോടെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇതിലോട്ട് നമുക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ജപ്പാനിലും ചൈനയിൽ നോക്കുകയാണെങ്കിൽ അവരുടേതായ പോസിറ്റീവ് വാർത്തകൾ അവർക്കുണ്ട്. ഇപ്പോൾ ചൈനയിലാണെങ്കിൽ അവരുടെ റീറ്റെയിൽ സെയിൽസ് മെയ് മാസത്തിലെ റീറ്റെയിൽ സെയിൽസിൻ്റെ ഫിഗേഴ്സ് വന്നത് മാർക്കറ്റ് പ്രതീക്ഷിച്ചതിൻ്റെ മുകളിലത്തെ നിലവാരത്തിലാണ്. ഗവൺമെൻറ് സബ്സിഡീസും ആണ് അവിടുത്തെ ഒരു കൺസപ്ഷനെ ബൂസ്റ്റ് ചെയ്തെങ്കിൽ പോലും മാർക്കറ്റ് റിക്കവറിക്ക് അവിടെ ഒരു പോളിസി സപ്പോർട്ട് വേണമെന്നുള്ള ആവശ്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പം എന്തായാലും മാർക്കറ്റിൽ മെയ് മാസത്തിലെ റീറ്റെയിൽ സെയിൽസ് വന്നേക്കുന്നത് 6.4%. മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ഒരു 5% ആണ്. അതായത് റോയിറ്റേഴ്സിൻ്റെ ഇൻ്റർനാഷണൽ മീഡിയ റോയിറ്റേഴ്സിൻ്റെ എക്കണോമിസ്റ്റുകളുടെ ഒരു പോളിൽ 5% നിലവാരത്തിലായിരിക്കും മെയ് മാസത്തിൽ ചൈനയുടെ റീറ്റെയിൽ സെയിൽസ് വളരുക എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. അവിടെ ഒരു 6.4% ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ട് മുന്നത്തെ ഏപ്രിൽ 5.1 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നേട്ടം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഓഹരി വിപണികളുടെ ഒരു നേട്ടത്തിന് സഹായിച്ചിട്ടുണ്ട്. അപ്പം പക്ഷേ ഇതിൻ്റെ അകത്തൊരു ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം എന്നുള്ള അവിടുത്തെ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് വീണ്ടും സ്ലോ ചെയ്തിട്ടാണ് കാണാൻ കഴിയുന്നത്. ഏപ്രിൽ 6.1 ആയിരുന്നു, ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് 5.8 പോയിട്ടുണ്ട്. അത് ട്രേഡ് പോളിസിയുടെ അൺസർട്ടനിറ്റിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഘടകങ്ങളാണ്. എന്തായാലും റീറ്റെയിൽസ് ഒരു സെയിൽസ് ഗ്രോത്ത് കാണിച്ചൊരു പോസിറ്റീവായിട്ടുള്ളതുകൊണ്ട് ചൈനീസ് വിപണികളിൽ പോസിറ്റീവായിട്ട്. അതുപോലെ തന്നെ ജപ്പാനെ സംബന്ധിച്ച് അവരുടെ പോസിറ്റീവ് വാർത്തകളുണ്ട്. ബാങ്ക് ഓഫ് ജപ്പാൻ്റെ മീറ്റിംഗ് ആരംഭിക്കുകയാണ് നാളെ മുതൽ. അപ്പോൾ അതിൻ്റെയൊക്കെ അത് അവിടെ റേറ്റ് അൺചേഞ്ച്ഡ് ആയിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്തരം ഘടകങ്ങളാണ് ഏഷ്യൻ മാർക്കറ്റിനെ പല രീതിയിലും സാധിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു മാർക്കറ്റ് വോളറ്റാലിറ്റിയിൽ ഒരു കുറയുന്നതായിട്ട് നമുക്ക് കാണാനായി. അതായത് ഇന്ത്യ വിക്സ്, അതായത് മാർക്കറ്റിലെ ഇന്ത്യൻ ഡൊമസ്റ്റിക് മാർക്കറ്റിലെ ഒരു വോളറ്റാലിറ്റിനെ അടുത്ത 30 ദിവസത്തേക്കുള്ള എന്തുമാത്രം ഒരു വോളറ്റൈലാവും ആ ഒരു ഫിയർ ഗേജ് എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ആ ഇന്ത്യ വിക്സിൻ്റെ സൂചികയിലുണ്ടായേക്കുന്ന ഒരു ഇടിവ് ശ്രദ്ധേയമായിട്ടുണ്ട്. അപ്പോൾ ആ മാർക്കറ്റ് വോളറ്റാലിറ്റി കുറയുമ്പോൾ നോർമലി ആ ഇന്ത്യ വിക്സ് സൂചിക കുറയും, മാർക്കറ്റിലെ ആ ഒരു കോൺഫിഡൻസ് വരുന്നതിൻ്റെ ഒരു സൂചകമായിട്ട് എടുക്കുന്നു. ഇതെല്ലാം മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിനെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ വിക്സ് ഒരു 2% ഡ്രോപ്പ് ചെയ്തിട്ട് 14.76% നിലവാരങ്ങളിലാണത് നിൽക്കുന്നത്, രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ ആങ്ഷൈറ്റി അല്ലെങ്കിൽ നിക്ഷേപക ഉത്കണ്ഠ കുറയുന്നതിൻ്റെ ഒരു സൂചകമാണ്. അതേപോലെ തന്നെ അത് മാർക്കറ്റ് സെൻറ്റിമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങളുമാണ്. അപ്പോൾ പശ്ചിമേഷ്യയിൽ സംഘർഷം ഉണ്ടായിട്ടും എന്തുകൊണ്ട് വിക്സ് കുറയുന്നു എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് തീർച്ചയായും. അപ്പം ഇതിന് നമുക്ക് 2-3 ഘടകങ്ങളാണ് പറയാനുള്ളത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യത്തേത് മാർക്കറ്റ്സ് ഡോണ്ട് ഫിയർ ഇവൻറ്റ്സ് ആസ് സച്ച് ആസ് ദേ ഫിയർ അൺസർട്ടനിറ്റി. ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു സെയിങ് ആണ്. അതായത് മാർക്കറ്റുകൾക്ക് ഇവൻറ്റുകളെ അത്രയധികം മീൻസ് ഇവൻറ്റിൻ്റെ ഇമ്പാക്റ്റ് എപ്പോഴും മാർക്കറ്റിൽ റിഫ്ലക്ഷൻ ഉണ്ടാകും. പക്ഷേ അതിനൊരു പ്രൊലോങ്ഡ് അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന ഒരു ഇത് വരണമെന്നില്ല. കാരണം അതിനോട് മാർക്കറ്റ് പൊരുത്തപ്പെടും, അല്ല അതിൻ്റെ ഇമ്പാക്റ്റുകൾ അനലൈസ് ചെയ്ത് അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ മാർക്കറ്റിലുണ്ടാവും. അപ്പം പക്ഷേ അതിനേക്കാളും മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സിനെ കൂടുതലും ബാധിക്കുക എന്ന് പറയുന്നത് അൺസർട്ടനിറ്റിയാണ്. അപ്പോൾ ഫിയർ അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനേക്കാൾ ഇപ്പം
ഒരു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൻ്റെ ഒരു പാതയിലായിട്ട് കുറച്ച് നാളായി. പല രീതിയിലുള്ള ഇതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അറ്റാക്കുകളൊക്കെ നമ്മൾ കണ്ടു. ഒരു വളരെ ഒരു ഫുൾ ബ്ലോൺ വാറിലേക്ക് പോകാവുന്ന രീതിയിലുള്ള ഒരു അറ്റാക്ക് ഇപ്പം ജൂൺ 13 ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതൊരു ഏകദേശം ഇത്രയും ഒരു വലിയ രീതിയിലുള്ളൊരു സംഘർഷത്തിലോട്ട് പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിൽ പോലും ആ ഒരു ഇവൻറ്റിനുള്ളൊരു സാധ്യത മാർക്കറ്റ് നേരത്തെ കണക്കൂട്ടിയിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇവൻറ്റിനേക്കാളേറെ ഇനി വരുന്ന ഇവൻറ്റിനേക്കാളും അൺസർട്ടനിറ്റികൾക്കാണ് മാർക്കറ്റിന് ഇതുള്ളത്, മാർക്കറ്റിന് നെഗറ്റീവായിട്ട് ബാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇവൻറ്റ് സംഭവിച്ചു, അതിൻ്റെ ഇമ്പാക്റ്റുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്നും പറഞ്ഞ് വിക്സ് താന്നും നല്ല സൂചിപ്പിച്ചത് നിലവിലത്തെ രീതിയിലുള്ള കാര്യം പറഞ്ഞ് ഇനി അത് എന്തുമാത്രം ഡെവലപ്പ് ചെയ്യുന്നു. ഒരു വേഴ്സ്റ്റ് സിനാറിയോ എന്ന് പറയുന്ന ഹോർമൂസ് സ്ട്രൈറ്റ്സിലെ അവിടുത്തെ ട്രേഡ് ബ്ലോക്കേഡ് വരുന്നതാണ്. അത് ആ രീതിയിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ ഇമ്പ്രൂവ് അല്ലെങ്കിൽ വഷളാകുമെന്ന് നമുക്ക് പറയാറായിട്ടില്ല. കാര്യം ഇപ്പോഴും ഇത് നോക്കുമ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ളൊരു മാത്രമായിട്ട് വിഷയമാണ് നിൽക്കുന്നത്. ഇതിലോട്ട് കൂടുതൽ രാജ്യങ്ങൾ വരുന്നെങ്കിൽ മാത്രമാണ് ഇതിനൊരു ഫർദർ എക്സ്കലേഷൻ നമുക്ക് പറയാൻ കഴിയുക. അതുകൊണ്ട് തന്നെ മീഡിയേഷൻ്റെ ഒരു സാധ്യതകളോടെ നിൽക്കുന്നുണ്ട്, അതിൻ്റെ ശ്രമങ്ങൾ പല കൂടുതലും നടക്കുന്നുണ്ട്, G7 മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള സംഘർഷത്തിൽ കൂടുതൽ വരുന്നെങ്കിലാണ് മാർക്കറ്റ് അടുത്തൊരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എസ്കലേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കാവുന്ന ഒരു ഘടകം. ഏറ്റവും വേഴ്സ്റ്റ് സിനാറിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഹോർമൂസ് സ്ട്രൈറ്റിൽ അതായത് ഹോർമൂസ് കടലിടുക്കിലുണ്ടാകുന്ന എന്തെങ്കിലും തടസ്സപ്പെടലുണ്ടാകുകയാണെങ്കിൽ ഇന്ത്യയുടെ എക്സ്പോർട്ടിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. ക്രൂഡ് ഓയിലിനെ ബാധിക്കും, ക്രൂഡ് ഓയിൽ വില വലിയ രീതിയിൽ ഉയരും. അതൊക്കെ ഇന്ത്യൻ മാർക്കറ്റിനെയും ഇന്ത്യൻ സമ്പദ്ഘടനയും ബാധിക്കുന്ന ഒരു ഘടകങ്ങളാണ്. അതൊക്കെ വേഴ്സ്റ്റ് സിനാറിയോയിലാണ്. അപ്പോൾ നിലവിലത്തെ രീതിയിൽ വന്ന അറ്റാക്കിനെ ആ ഒരു ഇവൻ്റായിട്ട് കണ്ട് അതിൽ നിന്നുള്ള ബാക്കി ഇമ്പാക്റ്റുകളെയും കാര്യങ്ങളെ പറ്റിയും മാർക്കറ്റ് അത് ഉൾക്കൊണ്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സർട്ടൻ ലെവൽ ഓഫ് ആ ഒരു ഇമ്പാക്റ്റ് പ്രൈസ്ഡ് ഇൻ ആയെന്നുള്ളതാണ് ആ ഒരു വിക്സ് കുറേയുള്ള ഒരു കാര്യം. ഇതിനകത്ത് ഇനിയും നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ കൂടുതൽ രാജ്യങ്ങളൊക്കെ കൂടുതലും അൺസർട്ടൺ ആകുന്നൊരു ഘട്ടത്തിലായിരിക്കും മാർക്കറ്റ് വളരെ ഇതായിട്ട് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യാൻ സാധ്യത. അപ്പോൾ ഇപ്പം ഉണ്ടായിരിക്കുന്ന ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഒരു സർട്ടൻ ലെവൽ വരെ പ്രൈസ് ഇൻ ആയിട്ടുണ്ടെന്നുള്ളത് വിക്സിൻ്റെ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ഒരു ഘടകമാണ്. ഇപ്പോൾ ഈ ഇത്രയും വലിയ അറ്റാക്ക് ഉണ്ടായിട്ടും FISൻ്റെ ഭാഗത്തുള്ള സെല്ലിംഗ് വെള്ളിയാഴ്ച അത്രയധികം വന്നിട്ടില്ല. അവർ നോക്കി കണ്ടു തന്നെയാണ് നിൽക്കുന്നത്. മറുസൈഡിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ട്രോങ് സപ്പോർട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് അപ്പുറത്തൊരു വശത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്ലോബൽ ഫാക്ടേഴ്സ് ഉണ്ടാകുന്ന സെല്ലിംഗ് പ്രഷറിനെ അബ്സോർവ് ചെയ്യാനുള്ള ഘടകങ്ങൾ എക്കണോമിക്കലി ഇന്ത്യ ബെറ്റർ പൊസിഷനാണുള്ളത്. മാക്രോ ഡാറ്റ നോക്കിയാലും ബാക്കിയുള്ള കാര്യം ഇൻഫ്ലേഷൻ്റെ ഒക്കെ ഇപ്പോഴത്തെ രീതിയിൽ നോക്കിയാൽ പോലും ഗ്രോത്ത് നോക്കിയാലും GDPയുടെ ഫോർകാസ്റ്റുകളൊക്കെ നോക്കിയാൽ അങ്ങനെ മാക്രോ രീതിയിൽ ഇന്ത്യ കംഫർട്ടബിളായിട്ട് ബാക്കിയുള്ള പിയർ എക്കണോമിക്സിനെക്കാട്ടും കംഫർട്ടബിൾ പൊസിഷനാണ് നമ്മൾ നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വളരെ സജീവമാണെന്നുള്ളത്. FISൻ്റെ ഭാഗത്ത് പ്രതീക്ഷിച്ച സെല്ലിംഗ് ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും ആ ഒരു ഇതിനെ സപ്പോർട്ട് ചെയ്യും, മാർക്കറ്റ് സെന്റിമെൻറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അതും വിക്സിൻ്റെ ഒരു ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പിന്നെ ഇതുപോലെ തന്നെ ഗ്ലോബൽ ഓയിൽ സപ്ലൈനെ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മേജർ ഇവൻറ്റ്സുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ എസ്കലേഷൻസ് വന്നിട്ടില്ല. അതും ഒരു ഇൻവെസ്റ്റർ ആങ്സൈറ്റി കുറയ്ക്കുന്നൊരു ഘടകമാണ്, ഉത്കണ്ഠ കുറയ്ക്കുന്നൊരു ഘടകമാണ്. അതും വിക്സിനെ സ്വാധീനിക്കാം. പിന്നെ ഓപ്ഷൻസ് മാർക്കറ്റിൽ ചില ടെക്നിക്കൽ ഫാക്ടേഴ്സാണ് പിന്നീട് വോളറ്റാലിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ വിക്സിനെ സ്വാധീനിക്കാൻ പറ്റുന്നൊരു ഘടകങ്ങൾ. അത് എക്സ്പയറി സൈക്കിൾസ് ഉണ്ട്, റൈറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിലും ഓപ്ഷൻസ് ഇപ്പോഴത്തെ ഒരു പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ 8.89 1.04 എത്തിയിട്ടുണ്ട്. അതായത് കൂടുതൽ പുട്ടുകൾ റൈറ്റ് ചെയ്യപ്പെടുന്നു കോളിനേക്കാളേറെ. പക്ഷേ ഇപ്പോഴൊരു മൈൽഡ് ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സ് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയും. പിന്നീട് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു റീസെൻ്റൊക്കെ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടുകളൊക്കെ മീഡിയസിലൊക്കെ നാഷണൽ മീഡിയസ് റിപ്പോർട്ടൊക്കെ പറയും ഡെൽറ്റ ട്രേഡിംഗ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഓപ്ഷനിലെ അത് അണ്ടർലൈങ് അസറ്റിലെ ₹1 അല്ലെങ്കിൽ ഒരു പോയിൻ്റ് മാറുമ്പോൾ അതിന് എന്തുമാത്രം ഇമ്പാക്റ്റ് അതിൻ്റെ ഓപ്ഷൻസിനുണ്ടാവും എന്നുള്ളതിന് ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഡെൽറ്റ ട്രേഡിങ്ങിൻ്റെയൊക്കെ ഇപ്പോൾ ഇത് കുറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ ഒരു ഓപ്ഷൻസിൻ്റെയൊക്കെ ഒരു ടേൺ ഔട്ടൊക്കെ നോക്കും കുറവായതുകൊണ്ടും അപ്പം ആ ഓപ്ഷൻസ് റൈറ്റിംഗ് ആക്ടിവിറ്റിയൊക്കെ ഇപ്പോഴും നമുക്ക് ആ ഒരു അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ആണെന്നുള്ള രീതിയിൽ ഒരു ഓപ്ഷൻസ് റൈറ്റിങ്ങിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ഒരു ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി ഓപ്ഷൻസ് പ്രൈസിൻ്റെ ബേസിലാണ് വിക്സിൻ്റെ ഈ നിലവാരങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. ആ ഒരു ഫാക്ടറിൽ പറഞ്ഞാണ്. അപ്പോൾ ഇത്രയും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഘടകങ്ങൾ പ്രധാനമായിട്ടും ആ വാറിൻ്റെ ഒരു എസ്കലേഷനിൻ്റെ അതായത് ഗ്ലോബൽ ഓയിൽ സപ്ലൈയിലോട്ട് ഇത് പോയിട്ടില്ല, കൂടുതൽ രാജ്യങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതുവരെ ഉണ്ടായ സംഭവങ്ങൾ ഒരു പരിധിവരെ മാർക്കറ്റ് അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇത്തരം ഘടകങ്ങളാണ് വിക്സിനെ സംബന്ധിച്ച്. പിന്നെ വിക്സ് ഒരു കയറ്റത്തിൽ നിന്ന് ഇറക്കത്തിൻ്റെ ഒരു പാതയിലാണ്. ഇങ്ങനെ പലവിധ ഘടകങ്ങളാണ് വിക്സ് അല്ലെങ്കിൽ ഇന്ത്യ വിക്സ് ഇന്നും ഈ ഒരു പശ്ചിമേഷ്യൻ സംഘർഷത്തിന് നമ്മൾ തുടർച്ചയായ വാർത്തകൾ കേൾക്കുന്നിടയിലും ഇത്ര ഒരു കാമായിട്ട് അല്ലെങ്കിൽ അതൊരു
അതിൽ ഒരു താഴ്ന്ന നിലവാരങ്ങളിലേക്ക് പോയതിൻ്റെ ഒരു ഘടകമായി പറയാനുള്ളത്. അപ്പം നേരത്തെ പറയുന്ന ഒരു പോസിറ്റീവുള്ള ഏഷ്യൻ മാർക്കറ്റിലെ ഒരു ഓപ്പണിംഗ് കിട്ടിയത് ഇന്ത്യൻ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യ വിക്സ് താഴ്ന്നു നിൽക്കുന്നത് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിൻ്റെ ഒരു കോൺഫിഡൻസ് ആയിട്ട് കാണിക്കുന്നു, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ കുറവാണെന്നുള്ളതിനെ കാണിക്കുന്നു. ഈ രണ്ട് ഘടകങ്ങൾക്കൊപ്പം പിന്നെ മൂന്നാമതായിട്ടുള്ളത് ഇന്ത്യ US ട്രേഡ് ഡീലിനെ സംബന്ധിച്ച് ഒരു പ്രോഗ്രസ് ഉണ്ടായിട്ടുള്ള ഒരു സൂചനകൾ വരുന്നത് മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഏപ്രിലിൽ ട്രംപ് റെസിപ്രോക്കൽ താരിഫ് ഏർപ്പെടുത്തിയതിന് ശേഷം വളരെ അൺസെറ്റിലോട്ട് പോയി. അതിനുശേഷം അദ്ദേഹം അത് ഏപ്രിൽ 7 സമയത്ത് അത് അടുത്ത 90 ദിവസത്തേക്ക് അത് മരവിപ്പിക്കുക അല്ലെങ്കിൽ ഒരു പോസ് ചെയ്യുമെന്ന് പറഞ്ഞത് അത് ഏപ്രിൽ 9 പ്രാബല്യത്തിൽ, ഇത് ജൂലൈ 9 അല്ലെങ്കിൽ ജൂലൈ 8 വരെയാണ് അതിൻ്റെ ഒരു പ്രാബല്യത്തിലുള്ളത്. തുടക്കത്തിൽ ഇന്ത്യയും US തമ്മിൽ ബയലാട്ടറൽ ട്രേഡ് അഗ്രിമെൻറ്റിന് ഉപേക്ഷിച്ച് വ്യാപാര കരാറിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ വളരെ സജീവമായിട്ട് പുരോഗമിച്ചതാണ്. അതിനുശേഷം പിന്നീട് അതിന് ഇന്ത്യ പാക് സംഘർഷത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പിന്നീട് അതിനൊരു ഗതിവേഗം കുറഞ്ഞെങ്കിൽ പോലും ഇവിടുന്ന് അതേ സമയത്ത് തന്നെ പീയൂഷ് ചൗളയൊക്കെ തന്നെ കേന്ദ്രമന്ത്രി സഹിതം US സന്ദർശിച്ച് US ഡെലിഗേറ്റ്സ് ഇന്ത്യയിലോട്ടും വന്ന് ഒരു തീർച്ചയായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏകദേശം ഒരു ഫ്രെയിം വർക്ക് ആയി എന്നുള്ള രീതിയിൽ ഈവൻ ട്രംപ് പോലും ഇടയ്ക്ക് ഇന്ത്യയും US തമ്മിലുള്ളൊരു ട്രേഡ് ഡീല് വളരെ നിയർ ഫ്യൂച്ചറിൽ നടക്കുമെന്ന് ഏകദേശം അത് എല്ലാം ഓക്കെ എന്നുള്ള രീതിയിൽ അദ്ദേഹം പോലും പറഞ്ഞിട്ടുള്ളതാണ്. ഈ ട്രംപിനെ ഡിസ്കൗണ്ട് ചെയ്താൽ പോലും ഇവിടെ അണ്ടർഗ്രൗണ്ട് മീൻസ് ഇതിൻ്റെ ഒരു പ്രോപ്പറായിട്ട് ഒരു ഫോളോ അപ്പ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇനിയിപ്പോൾ G7 സമ്മിറ്റ് നടക്കുന്നുണ്ട് ജൂൺ 16 17 കാനഡയിൽ. ഇന്ത്യ ലോകത്തെ ഏറ്റവും വികസിതമായിട്ടുള്ള സമ്പദ്ഘടനകളുടെ ഒരു യോഗമാണ് G7. ഇന്ത്യ അതിലോട്ട് ഒരു പ്രത്യേക ക്ഷണിതാവ് വിളിച്ചിട്ടുണ്ട്. ഹോസ്റ്റ് നേഷൻസിന് ക്ഷണിതാക്കളെ ക്ഷണിക്കാനുള്ള ഇതുണ്ട്. എന്തായാലും ഇന്ത്യയെ ക്ഷണിച്ചിട്ടുണ്ട്, പ്രധാനമന്ത്രി പോയിട്ടുമുണ്ട് പങ്കെടുക്കാൻ. അപ്പം അവിടെ ട്രംപ് നടത്തുന്ന ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കമൻസൊക്കെ മാർക്കറ്റ് സ്വാധീനിക്കുന്ന ഘടകമാണ്. ഇപ്പോൾ ഈ സമ്മിറ്റിൻ്റെ സൈഡ് ലൈൻസിലായിട്ട് തന്നെ ഇന്ത്യയും പ്രധാനമന്ത്രി മോദിയും ട്രംപും തമ്മിൽ, ഡൊണാൾഡ് ട്രംപും US പ്രസിഡന്റ് ട്രംപും തമ്മിൽ ഒരു ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുണ്ട്, അതിൻ്റെ അകത്ത് അങ്ങനെയുള്ള ഇതൊരു ഔട്ട്കം വരുന്നുണ്ട്. മാർക്കറ്റ് സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സിനാറിയോയിൽ വളരെ പോസിറ്റീവ് ഘടകമാണ്. അപ്പോൾ എന്തായാലും ഇന്ത്യ US ട്രേഡിൽ പ്രോഗ്രസ് ഉണ്ടെന്നുള്ളൊരു റിപ്പോർട്ടുകൾ വരുന്നു, മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സിനെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നീടുള്ളത് US ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് ഉണ്ട് 17 18 ജൂൺ 18 അതിൻ്റെ ഔട്ട്കം വരിക. അത് ഗ്ലോബലി തന്നെയുള്ളൊരു ഇവൻറ്റ് തന്നെയാണ്. ബാങ്ക് ഓഫ് ജപ്പാൻ്റെ മീറ്റിംഗ് ഇതേ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഈ രണ്ട് മീറ്റിങ്ങിനെ സംബന്ധിച്ചും ഒരു മാർക്കറ്റ് റേറ്റ് അൺചേഞ്ച്ഡ് ആകുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ US ഫെഡറൽ റിസർവിൻ്റെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 4.25-4.5% റേഞ്ചിലാണുള്ളത്. അവിടെ ഇൻഫ്ലേഷൻ താഴ്ന്നു നിൽക്കുന്നതും ജോബ് മാർക്കറ്റിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇനി എന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും, ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് US ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന് മുകളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണമെന്നുള്ള ആവശ്യം അദ്ദേഹം ശക്തമായി ഉയർത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഗ്ലോബൽ ട്രേഡിൻ്റെ ആൻസൈറ്റിൻ്റെ ഒരു വശത്ത് നിൽക്കുന്നു. റെസിപ്രോക്കൽ താരിഫ് ട്രംപ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കാരണമുള്ള ലോകരാജ്യങ്ങളുമായിട്ടുള്ള US വ്യാപാരത്തിൻ്റെ അതുള്ള അനിശ്ചിതാവസ്ഥ നിൽക്കുന്നു, പ്രത്യേകിച്ച് ചൈനയുമായിട്ടൊക്കെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ പുതിയ വന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും കാരണം ജെറോം പൗൾ ഇച്ചിരി കൺസർവേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ കാണുന്ന ഒരു എക്കണോമിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കമൻട്രി ആയിരിക്കും അത് റേറ്റ് അൺചേഞ്ചിന് എന്നുള്ള മാർക്കറ്റ് ഓൾറെഡി പ്രൈസ്ഡ് ഇൻ ആണ്, അല്ലെങ്കിൽ മാർക്കറ്റ് ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടുള്ളൊരു തീരുമാനമാണ്. ഇൻ കേസ് കുറയ്ക്കുകയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതേസമയം അൺചേഞ്ച്ഡ് ആണെങ്കിൽ US ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിൻ്റെ കമൻട്രിക്ക് ആയിരിക്കും പ്രാധാന്യം വരിക. ബാങ്ക് ഓഫ് ജപ്പാൻ റേറ്റ് അൺചേഞ്ച്ഡ് ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു 0.50 ആണ് അവരുടെ കഴിഞ്ഞ മുന്നത്തെ 2 ബാങ്ക് ഓഫ് ജപ്പാൻ്റെ യോഗങ്ങളായിരുന്നു അവർ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയത്. അപ്പം 0.5% അവിടുത്തെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 തീരുമാനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സും പ്രതീക്ഷകളും ഒക്കെ മാർക്കറ്റിനെ സംബന്ധിച്ച് സ്വാധീനിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ DI സപ്പോർട്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സപ്പോർട്ട് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടുണ്ട്. FISൻ്റെ ഭാഗത്ത് നിന്ന് ആ പ്രതീക്ഷിത സെല്ലിംഗ് വന്നിട്ടില്ലാത്തതും മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതിനെ ക്രൂഡ് ഓയിലിൽ നോക്കുകയാണെങ്കിലും ഇന്ത്യൻ എക്കണോമീനെ, ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സിനെയും ബാധിക്കാവുന്ന ക്രൂഡ് ഓയിൽ വില, പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിൽ അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കും ക്രൂഡ് ഓയിലിൽ ഇപ്പോഴത്തെ നോക്കുമ്പോൾ ഒരു 73 നിലവാരങ്ങളാണുള്ളത്. കഴിഞ്ഞ ദിവസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1% ഡൗൺ ആണ് കാണിക്കുന്നത്. അപ്പം ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ ചാഞ്ചാട്ടം ഇല്ല എന്നുള്ളത് ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ത്യൻ മാർക്കറ്റിന് ഒരു പോസിറ്റീവാണ്. അപ്പം ഗ്ലോബൽ മാർക്കറ്റിലും മീൻസ് ക്രൂഡ് ഓയിൽ മാർക്കറ്റിലും ഈ വാർത്തകളോട് പൊരുത്തപ്പെടുന്നു, അല്ലെങ്കിൽ ആ വില അങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ 60-65 നിലവാരങ്ങളാണ് നേരത്തെ ഇന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം നേട്ടമുണ്ടായിരുന്ന ഒരു ഘടകമായിരുന്നു അത്. പ്രത്യേകിച്ചും റിസർവ് ബാങ്കിൻ്റെ റിസർവ് ബാങ്ക് റിപ്പോ റേറ്റുകൾ കുറച്ചു, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും ടാക്സിൻ്റെ ഇതൊക്കെ വന്നു. അപ്പോൾ ഒരു
ഡിമാൻഡ് റിക്കവറിക്കുള്ള എല്ലാവിധ സാഹചര്യവും ഒരുങ്ങുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ താഴ്ന്ന നിലവാരങ്ങളായിരുന്നു നിൽക്കുന്നത്. കഴിഞ്ഞ 6 വർഷത്തിനിടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഉപഭോക്തൃ സൂചി അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 6 വർഷത്തിനിടെ താഴ്ന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡിമാൻഡ് റിക്കവറിക്കുള്ള എല്ലാവിധ സാധ്യതകളും ഒത്തുവരുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു പശ്ചിമേഷ്യയിലെ സംഘർഷം വന്നത്. അപ്പോൾ ക്രൂഡ് ഓയിൽ വില വീണ്ടും ഉയരുന്നത് ഇന്ത്യൻ മാർക്കറ്റ് സംബന്ധിച്ച് ഒരു നെഗറ്റീവായുള്ള ഒരു ഫാക്ടർ തന്നെയാണ്, വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഘടകമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും വെള്ളിയാഴ്ച വന്നിട്ടുള്ള ഒരു 10% ചാട്ടത്തിൻ്റെ അപ്പുറത്തേക്ക് പോകാതെ അവിടുന്ന് ഒരു ക്രൂഡ് ഓയിൽ വിലയിലും ഒരു തിരുത്തൽ കറക്ഷൻ ഉണ്ടാകുന്ന മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അല്ലെങ്കിൽ ഈ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അവരെ മുകളിലൊരു എനർജി അസറ്റ്സിൽ തന്നെയാണ് ഇസ്രായേലായാലും ഇറാനായാലും പരസ്പരം അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ പോലും ഒരു ഗ്ലോബൽ ഓയിൽ സപ്ലൈനെ ഒരു തകർക്കുന്ന രീതിയിലോട്ടൊന്നും കാര്യങ്ങൾ പോകാത്തത് കൊണ്ടും ഇതിനകത്തൊരു പരിഹാരത്തിനുള്ള സാധ്യതകൾ തേടുന്നത് കൊണ്ടും ആയിരിക്കും ക്രൂഡ് ഓയിൽ മാർക്കറ്റിൽ രാജ്യാന്തര വിപണിയിലും ഒരു വലിയ ചലനങ്ങൾ കാണുന്നില്ല. അത് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഘടകം തന്നെയാണ്. ഇതാണ് സൂചിപ്പിക്കാനുള്ളത്. എന്തുകൊണ്ട് മാർക്കറ്റ് പ്രധാനമായിട്ടും ഒരു മുന്നോട്ട് പോയെന്നുള്ളത്. ഇനി ഇതിൻ്റെ ഒരു ടെക്നിക്കൽ വ്യൂ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ബെഞ്ച് മാർക്ക് ഇൻഡിസസിനെക്കാട്ടും ബ്രോഡർ മാർക്കറ്റ് ഒരു സ്ട്രെങ്ത് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. തുടക്കത്തിൽ നിന്നതിനെക്കാട്ടും അഡ്വാൻസ് ടെക്നോളജി റേഷ്യൊക്കെ നോക്കിയാലും ബെറ്റർ ആവുന്നുണ്ട്. നിഫ്റ്റി മിഡ് ക്യാപ്പ് താരതമ്യേന ശക്തമാണ്. ഇപ്പം നോക്കുകയാണെങ്കിലും ഒരു റീസെൻറ്റ് റാലിക്ക് ശേഷം ഒരു ഹെൽത്തി റിട്രേസ്മെൻറ്റ് നടന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു പിടിച്ചു വരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഭേദപ്പെട്ട പ്രകടനം ഉണ്ടാകുമെന്ന് കരുതുന്നത്. ഇപ്പോൾ ഏപ്രിൽ ലോയ്ക്ക് ശേഷം നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 6% അത് കറക്റ്റ് ചെയ്തിട്ടില്ല വീക്ക്ലി ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ പ്രീവിയസ് വീക്കിലോട് താഴെയും വീക്ക്ലി ബേസിൽ ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇൻഡെക്സിൽ ഒരു സ്ട്രെങ്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഒരു അപ്പോൾ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് ബൂസ്റ്റ് ചെയ്യുന്നൊരു ഘടകം തന്നെയാണ്. പിന്നീട് ഒരു മാർക്കറ്റ് ബ്രെഡ്ത്ത് നോക്കുകയാണെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. കഴിഞ്ഞ മാസത്തെ ഈ ഒരു സമയം വെച്ച് നോക്കുമ്പോൾ 30% ഓഹരികൾ മാത്രമാണ് അതിൻ്റെ 200 DMA മുകളിൽ നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലോസിംഗ് ബേസിൽ വെച്ച് നോക്കുമ്പോൾ 55% സ്റ്റോക്കുകളും 200 DMA മുകളിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു മാർക്കറ്റ് ബ്രെഡ്ത്ത് ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ഘടകം തന്നെയായിട്ടാണ് നമുക്ക് കാണാം. ശ്രദ്ധിക്കേണ്ട ലെവലുകൾ എന്ന് പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് 24,850 24,900 24,850 24,900. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലോസിംഗ് പ്രകാരം ഇമ്മീഡിയറ്റ് ഹഡിലാകുമെന്ന് റെസിസ്റ്റൻസ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിന് മുകളിൽ കണ്ടിന്യൂ ചെയ്യുന്നത് പ്രത്യേകിച്ചും ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകം തന്നെയാണ്. 24,900 മുകളിൽ നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തുടർ മുന്നേറ്റങ്ങൾക്കുള്ള വഴി ഒരുക്കും. അങ്ങനെയെങ്കിൽ 24,25 200 ആയിരിക്കും ആയിത്തീരുന്ന നേരത്തെ റീസെൻറ്റ് ഹൈ. അതിനും ക്ലോസ് ചെയ്യാൻ വീക്ക്ലി ബേസിൽ സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ 25,600 വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിന് അനുകൂലമായിട്ട് വാർത്തകളും വരേണ്ടതുണ്ട്. ടെക്നിക്കലായിട്ട് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ 24,90 മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ഘടകം തന്നെയാണ്. മറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് 24,450 24,500 നിലവാരങ്ങളാണ് ഉള്ളത്. കഴിഞ്ഞ 23 ട്രേഡിംഗ് സെഷൻസ് നോക്കുമ്പോൾ ഈ ഒരു സപ്പോർട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് ഈവൻ വെള്ളിയാഴ്ചത്തെ തിരിച്ചടിയിൽ പോലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കുമ്പോൾ 24,500 24,450 24,500 24,450 സോൺ തന്നെയായിരിക്കും ഒരു ഇമ്മീഡിയറ്റ് സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 24,450 താഴെ ക്ലോസ് ചെയ്യുന്നെങ്കിൽ മാത്രമാണ് ഒരു ഫർദർ റൗണ്ട് ഓഫ് സെല്ലിംഗ് വരിക, അല്ലെങ്കിൽ ഒരു കൂടുതൽ സെല്ലിംഗ് വരാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഇതാണ് സൂചിപ്പിക്കാനുള്ളത്. ബാങ്കിങ് സെക്ടർ അല്ലെങ്കിൽ ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടറുകളൊക്കെ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. IT ഓട്ടോയും ഒരു കൺസ്യൂമർ ഡിസ്ക്രിഷണറി ഓട്ടോസും ഒരു പോസിറ്റീവ് കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് സൂചിപ്പിക്കാനുള്ളത്. മാർക്കറ്റിൻ്റെ ക്ലോസിങ്ങിന് ശേഷം വിശദമായിട്ടുള്ളത് നമുക്ക് അതിൻ്റെ നോക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല, മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നത് മാത്രം. ഇപ്പോൾ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.